പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സുന്ദരമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവുമായി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ആയിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം നമുക്ക് ആദ്യം ഒന്ന് ഓർക്കാം. അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനമായിരുന്നു. 12-ാം അധ്യായം 9-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനമാണ് ഇന്നലെ പഠിച്ചത്. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. ഒരു കലർപ്പില്ലാത്ത സ്നേഹമായി നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് യൂതിത്തിൻ്റെ, പഴയ നിയമത്തിലെ യൂതിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ജൂഡിത്ത് ചാപ്റ്റർ 5 verse 17. അതിങ്ങനെയാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. നാം ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ, അല്ലേ, ഈ 2026-ൻ്റെ പ്രാരംഭ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ആരംഭിച്ചപ്പോൾ വിഷ് ചെയ്തൊരു രീതിയുണ്ട്. അതിങ്ങനെയാണ്: വിഷിങ് യു എ പ്രോസ്പെറസ് ന്യൂ ഇയർ. വളരെ സമൃദ്ധമായ, വളരെ അനുഗ്രഹപ്രദമായ ഒരു പുതുവർഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇതിങ്ങനെയാണ് നാം വിഷ് ചെയ്തത്, മിക്കവാറും വിഷ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ, പ്രോസ്പെറസ് ന്യൂ ഇയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഒരു പുതുവർഷം അനുഗ്രഹപ്രദമായ ഒരു വർഷം ഉണ്ടാവട്ടെ. വചനം ഇങ്ങനെ പറയുന്നു. ദ ബുക്ക് ഓഫ് ജൂഡിത്ത് ചാപ്റ്റർ 5 verse 17. യൂതിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാമത്തെ വചനം. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം. വളരെ സുന്ദരമായൊരു വചനമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാര്യം എന്താ? അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകാൻ കാര്യം എന്താ? പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടി ഉണ്ടായിരുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. വചനം നല്ല വചനമാണ്, പഠിക്കണം. അത് പഠിക്കാൻ എളുപ്പമാണ്. വചനം ഇങ്ങനെ പറയുന്നു: തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. As long as they did not sin against their God, they prosper. For the God who hates iniquity is with them. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മോട് കൂടെയും പാപത്തെ വെറുത്ത് പാപം ഉപേക്ഷിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ബോധപൂർവം നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ വിചാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നോട്ടം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെ ബോധപൂർവം അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കണം. ബോധപൂർവം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നടക്കും. ദൈവം കരം പിടിച്ച് നടക്കുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.